റംസാൻ മൂന്നാം ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഒരുപാട് സംഭവമൊന്നുമില്ല, സിമ്പിൾ നോമ്പ് തുറയാണ്. അപ്പോൾ റെസിപ്പീസൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതാണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കാം. ഇത് വെളുപ്പിനെടുത്ത വീഡിയോ ആണ്. അത്താഴം കുടിക്കാൻ എണീറ്റതാണ് കേട്ടോ. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ തഹജ്ജുദ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെതാ ഞാൻ ചായ ഇട്ടു. ഉമ്മയും വാപ്പയൊക്കെ കഞ്ഞിയാണ് കുടിക്കാറ്. ഒരു ഗ്ലാസ് കഞ്ഞി എടുത്ത് അങ്ങനെ കുടിക്കും. കഞ്ഞി ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളയപ്പത്തിൻ്റെ മാവ് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും, അതെടുത്ത് ചുട്ടിട്ട് കഴിക്കൂട്ടോ. അങ്ങനെയാണ്. പിന്നെ ചായയും ചിലപ്പോഴൊക്കെ ഉമ്മ ഇട്ട് വെച്ചേക്കൂട്ടോ ഇക്കാക്കും കൂടെ. ഇതിപ്പോൾ ബാക്കി വന്നപ്പോൾ ഞാനും കുറച്ച് എടുത്തതാണ്. അതിനെ എവിടെ ഇരുന്നൊരു ഇച്ചിരിയായിട്ട് വേസ്റ്റായി പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് കേട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങി. പിന്നെ കുറേ നേരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ എണീറ്റ് കിച്ചണിലേക്ക് വരാറ്. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പാലൊന്ന് കാച്ചിയെടുക്കാം. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ പഞ്ചസാരേനേക്കാളും ടേസ്റ്റാണ് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നത്. എനിക്കിവിടെ മിൽക്ക് മെയ്ഡ് ഇല്ലാത്ത കാരണം ഞാനിതാ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ഒന്ന് ഇളക്കിയിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതിലേക്ക് ഞാൻ സേമിയയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ആ ഒരു പഞ്ചസാര എടുത്ത് അതേ കപ്പിൽ തന്നെ കുറച്ച് സേമിയ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു സേമിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. പിന്നെ നമ്മൾ സേമിയ വേവുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ബദാം പൊടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നമുക്ക് കാഷ്നട്ട് പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഫ്ലേവറുകൾ ചേർത്ത് കൊടുക്കാം. ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിലുള്ള പിന്നെ നമ്മുടെ ഇതൊക്കെ ഇല്ലേ, റോസ് സിറപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ റോസ് എസെൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും എസെൻസുകൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കട്ടെ. ഏത് ഫ്ലേവറിലാണോ നിങ്ങൾക്ക് വേണ്ട അതേ രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് വാനില എസെൻസ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് ആ ഒരു സേമിയൊക്കെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നന്നായിട്ട് ആ പാകത്തിന് കുറുക്കലൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. എന്തെങ്കിലും ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു, സവാളയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ കാര്യമായിട്ട് പണിയൊന്നും ഇല്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണിപ്പുട്ടിൻ്റെ മാവ് പീച്ചിയതുണ്ട്. പിന്നെ ഇന്നലെ ആണെങ്കിൽ മണിപ്പുട്ട് അധികം ആരും കഴിച്ചില്ലല്ലോ, വാപ്പയും ഉമ്മയും മാത്രമേ ഇച്ചിരി കഴിച്ചതേ ഉള്ളൂ. ഞങ്ങൾ അധികം നെയ്ച്ചോറാണ് കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ കറിയും ബാലൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ ഇന്ന് നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടിയൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിന്ന് സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് പണിയില്ലാത്ത ദിവസങ്ങൾ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ഒരു മൂഡും ഇല്ലാത്ത ദിവസമായിരിക്കും. നല്ലോണം ഓടി നടന്ന് ഓടി ചാടി നടന്ന് പണി ചെയ്യണം. ടപ്പേ എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കണം, അതാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഇത്തായും കൂടെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും ഞാൻ കുറച്ച് ടൈമൊക്കെ എനിക്കിങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ കിട്ടുന്നൊക്കെ ഉണ്ട്. അതുമാത്രമല്ല പണിയും കുറവാണ്. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ചെയ്യാനില്ലാത്ത ദിവസമാണെങ്കിൽ പിന്നെ ഭയങ്കര ശോകമൂഖമായിരിക്കും കേട്ടോ. ഇന്നിപ്പോൾ ഇക്കായും കൂടെ നോമ്പ് തുറക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് കേട്ടോ ഇക്ക വിളിച്ച് പറഞ്ഞത് ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ ഗൾഫിൽ പോവാണ്. അപ്പോൾ അവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇക്ക ഇന്ന് വരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നോമ്പ് തുറക്കാൻ. പിന്നെ എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ എക്സാം നടക്കുന്ന ടൈമൊക്കെ ആയിരിക്കുമല്ലോ, എല്ലാവരും ആ ഒരു എക്സാമിൻ്റെ തിരക്കിലായിരിക്കും. ഇവിടെ ഹാദുക്കുട്ടനും അതെ കേട്ടോ എക്സാം നടക്കുന്നുണ്ട്. അവന് 13-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്, 25th വരെ ഉണ്ട്. അപ്പോൾ ഓരോ ദിവസം ഇടവിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും പഠിക്കാനുള്ളത് പോലെയാണ്. ആ ചെറുക്കനാണെങ്കിൽ ഞാൻ അവിടെ ഇരുന്നാൽ മാത്രമേ പഠിക്കുകയുള്ളൂ, അല്ലാതെ സ്വന്തമായിട്ട് ഇരുന്നൊന്നും പഠിക്കുകയൊന്നുമില്ല കേട്ടോ. നമ്മളവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ അടുക്കളയിലൊക്കെ വന്നിരുന്നിട്ട് അങ്ങനെയൊക്കെ. ഇപ്പോൾ നോമ്പായതുകൊണ്ട് നമ്മൾ വൈകുന്നേരമൊക്കെ ബിസി ആയിരിക്കുമല്ലോ. അപ്പോൾ അത് കാരണം അവനിങ്ങനെ രക്ഷപ്പെട്ട് നടക്കുകയാണല്ലോ, അങ്ങനെയൊന്നും വിളിക്കില്ലല്ലോ. പിന്നെ ചിലപ്പം മാത്രം ഇങ്ങനെ ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവിടെ കാണാൻ വന്നിരിക്കും, ചിലപ്പം മാത്രം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സമയം ഉണ്ടാക്കി അവൻ്റെ അടുത്ത് പോയിരിക്കണം. കൂടെ ഇരിക്കുന്ന അത്രയും നേരം നന്നായിട്ട് പഠിച്ചോളൂ അങ്ങനെ. അപ്പോൾ എന്തായാലും സമൂസയൊക്കെ റോൾ ചെയ്ത് കഴിഞ്ഞു. ഞാനെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിപ്പോൾ എല്ലാം കൂടി ഇന്ന് പൊരിക്കുന്നില്ല, ഒരു 5 എണ്ണം ഇന്ന് പൊരിക്കാം, ബാക്കിയുള്ളത് നാളെ പൊരിക്കാം. ടൈം കൂടെ ഉണ്ടായിട്ട് പിന്നെ കുറച്ച് ഇട്ടാക്കി കൊടുക്കാം. അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്കിനും പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കുളിക്കാനും നിസ്കരിക്കാനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്നിപ്പോൾ കാര്യമായിട്ട് പണിയില്ലാത്ത കാരണം എനിക്ക് ഒരുപാട് നേരം കിട്ടിയിട്ട് അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഖുറാനൊക്കെ ഓതി. പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും പിന്നെ കുറച്ച് നേരം ഹാദുക്കുട്ടനെ ഒന്ന് പഠിപ്പിക്കാൻ ഇരുത്തിയിട്ട് പിന്നെ അടുത്ത പരിപാടിക്ക് കിടക്കാമെന്ന് വിചാരിച്ച്. ആ ഹാദുക്കുട്ടൻ്റെ കൈയുടെ സൈഡിലിരിക്കുന്ന ആ ഒരു വടി കണ്ടോ, അതാണ് കേട്ടോ എൻ്റെ വടി. ഞാൻ വേറെ സാധനങ്ങളൊന്നും എടുക്കാറില്ല. ഇതുപോലത്തെ തടിത്തവിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
അത് കാണിച്ചാൽ ഹാദുക്കുട്ടൻ ഇരിക്കും കേട്ടോ. ചില സമയത്ത് ഇതുപോലെ നല്ല ഇഷ്ടത്തോടെ വന്നിരിക്കും. ഇതുപോലെയല്ല കേട്ടോ, ഇതിപ്പോൾ അത്ര ഇഷ്ടമായിട്ടൊന്നും വന്നിരിക്കുമൊന്നുമല്ല. മേളിൽ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടക്ക് വിളിച്ചതിൻ്റെ ആ ഒരു ഇതിലൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. കോട്ടിയൊക്കെ കാണിക്കുന്നുണ്ട്. അവൻ എൻ്റെ വടിയൊക്കെ വാങ്ങിച്ച് കൈ വെച്ചിട്ടുണ്ട്. വടി എൻ്റെ കയ്യിൽ തന്നാലേ പഠിക്കുകയുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ വടി ഞാനെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് അടിക്കുകയൊന്നുമില്ല, എന്നാലും ഓരോ കൊട്ടൊക്കെ കൊടുക്കും. പിന്നെ ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ നോക്കിയിട്ട് ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോഴത്തേക്കിനും കുറച്ച് അവിടെ നിന്ന് എഴുതും. അങ്ങനെയൊക്കെ ആൻസറൊക്കെ അറിയാവുന്നൊക്കെ എഴുതി വെക്കും, അറിയാത്തത് പഠിപ്പിക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ ഇപ്പം നമ്മളുടെ ആ ഒരു സേമിയ ഒക്കെ കാച്ചി വെച്ചത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ല ചൂടത്ത് നോമ്പൊക്കെ തുറക്കുമ്പോഴത്തേക്കിനും ഇത് ഒരു ഗ്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും ദാഹവും ക്ഷീണവും വിശപ്പും ഒക്കെ ഒരുമിച്ച് മാറും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആപ്പിളും അതുപോലെ മാതള നാരങ്ങയുമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഈത്തപ്പഴം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, നട്ട്സ് ഇട്ട് കൊടുക്കാം, പഴം ചേർക്കാം, പിന്നെ നല്ല മധുരമുള്ള മുന്തിരി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സാണോ കഴിക്കാൻ ഇഷ്ടം അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. കുട്ടികളൊക്കെ നോമ്പ് പിടിക്കുന്ന സമയത്ത് ഫ്രൂട്ട്സ് കഴിക്കാൻ മടിയായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് കഴിച്ചോളും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുകയാണെങ്കിൽ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡും കൂടെ യൂസ് ചെയ്യുവാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇത് ഇത്രയും കട്ടിയിൽ വേണ്ട, കുറച്ചും കൂടെ ലൂസായിട്ട് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ, നല്ല തണുത്ത പാൽ ഒഴിച്ചിട്ട് ഒന്ന് നീട്ടിയെടുത്താൽ മതി കേട്ടോ. അതിനനുസരിച്ചിട്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനത് ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. എന്നിട്ട് ഞാൻ തിരിച്ചൊഴിച്ചിട്ട് വീണ്ടും തിരിച്ച് കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. നമ്മുടെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ശരിക്കും കഴിക്കാൻ നേരത്ത് ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുത്താലും മതിയാകും. പിന്നെ ഞാനിതാ സമൂസയൊക്കെ ഒന്ന് എടുക്കുവാണ്. ഞാനൊരു 5-6 എണ്ണം എടുക്കുന്നുള്ളൂ. നല്ലപോലെ തിളച്ച എണ്ണയിലിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കാം. എത്ര തന്നെ വെറൈറ്റി ആയിട്ടുള്ള സമൂസ ഉണ്ടെങ്കിലും നമ്മളുടെ സാധാരണ എരിവുള്ള ഈ ഒരു സമൂസ ഉണ്ടല്ലോ, ഇതാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. ഇവിടെ പല വെറൈറ്റിയിൽ പല ഫില്ലിങ്ങിനൊക്കെ ഉണ്ടാക്കിയാലും ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. നമ്മൾ 1-2 പ്രാവശ്യം നമ്മൾ പുതിയതൊക്കെ ഉണ്ടാക്കും, പിന്നെ വീണ്ടും നമ്മൾ പഴയതിലേക്ക് തന്നെ മടങ്ങിപ്പോവും. അങ്ങനെയാണല്ലോ. അപ്പോൾ അതാ എന്തായാലും സമൂസയൊക്കെ ഒന്ന് പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി. ഇനിയിപ്പോൾ ആ തണ്ണിമത്തങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഒന്ന് സ്റ്റൈലാക്കി മുറിക്കാൻ ഞാൻ ശ്രമിച്ചതാണ് കേട്ടോ. പക്ഷേ എന്നെക്കൊണ്ട് അതൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. അതത്ര ഭംഗിയായിട്ടൊന്നും വന്നില്ല കേട്ടോ. ഞാൻ ചെയ്തപ്പോഴത്തേക്കിനും അതൊക്കെ ഒടിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തപ്പോഴത്തേക്കിനും കറക്റ്റായിട്ടൊക്കെ വന്നു. അപ്പോൾ ക്രിസ്മസ് ട്രീ പോലെയൊക്കെ ഇങ്ങനെ ആക്കി വെക്കുമ്പോൾ കുട്ടികൾക്കൊരു ഇഷ്ടമാണല്ലോ. ഞാൻ വേറെ പണിയൊന്നും ഇല്ലാത്തത് കാരണം വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അങ്ങനെ ഉണ്ടാക്കാനായിട്ട്. ഇങ്ങനെ അകത്തു കൂടി കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ട് കേട്ടോ. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഏതായാലും ആദ്യം കുളവായെങ്കിലും രണ്ടാമത്തേത് വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ച പീസുകൾ. ഇതുപോലെ കിട്ടണം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി ടേബിൾ സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ ഈ ഒരു ഡ്രിങ്ക് ആദ്യം തന്നെ ഒഴിച്ച് വെച്ചു. സമൂസ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിരിക്കേണ്ട. അപ്പോഴത്തേക്കിനും ലൈലാത്ത അപ്പുറത്തുനിന്ന് കട്ട്ലറ്റും ഉന്നക്കായും കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണത്. അപ്പോൾ ഇതാ 3 ഐറ്റം ആയിട്ടുണ്ട് കേട്ടോ ഇന്ന്. പിന്നെ മാങ്ങയുണ്ട്, ആപ്പിളുണ്ട്, തണ്ണിമത്തനുണ്ട്, പിന്നെ മണിപ്പുട്ടും ചിക്കൻ കറിയും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാം. അടുത്തൊരു നല്ല വീഡിയോയും പുതിയ റെസിപ്പിയായിട്ട് കാണാം.